ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 2419. ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതി 227-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളാണ്. ഭാരതത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനവും. മറിയമെന്ന അമ്മയോടൊത്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളുടെ ഓർമ്മകളും യാത്രയും പ്രാർത്ഥനയും ഒക്കെ. മറിയമെന്ന അമ്മയെ കുറേയും കൂടി ഒന്ന് അടുത്ത് കാണാനും ചേർന്ന് നിൽക്കാനുമുള്ള ശ്രമമാണ്. മറിയത്തിന്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ചെറിയ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഇന്ന് മുതൽ എന്ത് മാറ്റവും രൂപാന്തരീകരണവുമാണ് വന്നിരിക്കുന്നത്. സത്യസന്ധമായിട്ട് അതൊന്ന് അന്വേഷിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ പടപ്പുറപ്പാടെങ്കിൽ അങ്ങനെയെങ്കിലും സ്വയം ഒന്ന് ചോദിക്കണ്ടേ? എല്ലാം വെറുതെയായി മാറുന്ന ഓരോ ശ്രമങ്ങളായിട്ട് കാണേണ്ടി വരില്ലേ ഈ ദിനങ്ങളെയൊക്കെ? കുരിശിന്റെ ചോട്ടിലേക്ക് നമ്മളൊന്ന് എത്തിയാല് അവിടെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് കൈമാറി കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു മറിയമെന്ന അമ്മ. അങ്ങനെ മറിയത്തെ അന്നു മുതൽ ആ ശിഷ്യൻ സ്വന്തം ഭവനത്തിൽ ചേർത്തെന്നാണ് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി എഴുതുന്നത്. അതായത് യോഹന്നാൻ തന്റെ ഭവനത്തിൽ മറിയത്തെ ചേർത്തു. യോഹന്നാന്റെ പിന്നീടുള്ള ജീവിതം ആ കാൽവറിയിലെ കുരിശിന്റെ ചോട്ടിൽ നിന്നുള്ള ഓരോ നിമിഷവും മറിയത്തോടൊത്താണ്. അയാളിൽ പിന്നീട് എന്ത് മാറ്റം സംഭവിച്ചു? യോഹന്നാനിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഒരിക്കല് യേശുവിന്റെ അടുക്കൽ പോയി ചോദിച്ചതാണ്, മഹത്വത്തിന്റെ നാളില് നിന്റെ ഇടതും വലതും എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും ഒക്കെ ഇരുത്തണമേ. അങ്ങനെ സ്ഥാനമോഹിയും അധികാര താല്പര്യനൊക്കെ ആയിരുന്ന യോഹന്നാൻ ഒരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തന്നെയല്ല മറ്റൊരാളായി മാറിയെന്ന് തെളിയിക്കുന്നുണ്ട്. അതാവട്ടെ ഉയർപ്പിന്റെ പുലരിയാണ്. കല്ലറയിലേക്ക് പോയ സ്ത്രീകള് ഇങ്ങനെ സംഭ്രമത്തോടും ആഹ്ലാദത്തോടും കൂടി ശിഷ്യരെ അറിയിക്കുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റു. അത് കേട്ടപാടെ അങ്ങോട്ടോടുന്ന പത്രോസിനെയും യോഹന്നാനെയും നമ്മൾ ഒന്നും കൂടി അടുത്ത് കണ്ടേ മതിയാവും. സ്വാഭാവികമായും ഇളയ ആളായ പ്രായത്തിൽ കുറഞ്ഞ യോഹന്നാന് ഖബറിങ്കൽ ആദ്യം ഓടിയെത്തുന്നുണ്ട്. അയാളുടെ സ്വഭാവം വെച്ച് അയാളിങ്ങനെ ആദ്യമേ കയറേണ്ടതാണ്. ഇടതും വലതുമൊക്കെ ഇരിക്കാൻ അനുവാദം ചോദിച്ച ആ പീഡാനുഭവത്തിന്റെ മണിക്കൂറുകളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തങ്ങളിൽ ആരാണ് വലിയവർ എന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന പന്തിരുവിൽ ഒരുവനും കൂടിയായ യോഹന്നാൻ. എന്നാൽ ഖബറിന്റെ വാതിക്കല് പത്രോസ് ഓടി കിതച്ച് തളർന്ന് എത്തുന്നവരെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് പത്രോസിന് ശേഷമാണ് അയാൾ അകത്തോട്ട് പ്രവേശിക്കുന്നത്. മറിയം എന്ന അമ്മയുടെ ഒരു 48 മണിക്കൂർ നേരത്തെ സാന്നിധ്യം കൊണ്ട് ഒരു മനുഷ്യന് വരുന്ന പരിവർത്തനം എത്ര വലുതാണ്. അങ്ങനെയാകുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഈ അമ്മയോടൊത്തുള്ള ഈ കുറച്ച് ദിനങ്ങൾ എന്നിൽ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? അതിനാവട്ടെ പെരുന്നാളിന്റെ ആദരണം. ഭാരതത്തിന്റെ എല്ലാ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യദിന പോരാളികളെ നമുക്ക് ആദരവോടെ ഓർക്കാം. സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകളും കൈമാറുമ്പോൾ കുറെ കൂടി അകത്ത് സ്വാതന്ത്ര്യവും വെളിച്ചവും വിവേചനാധികാരവും വിവേകവും ഒക്കെ അനുഭവിപ്പാനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. ആമേൻ.